നമസ്കാരം. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കും ന്യൂഡൽഹിക്കും ഇനി ഇതിൽ പരമൊരു നാണക്കേടുണ്ടാകാനില്ല. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ നാട് കടത്തിയത് കൈകാലുകൾ ബന്ധിച്ച് കൊടും കുറ്റവാളികളെ പോലെ എന്നല്ല, യുഎസിന്റെ കണ്ണിൽ കൊടും കുറ്റവാളികളായിട്ടു തന്നെയായിരുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 2:05 അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത്. C-17 US സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാട് കടത്തിയത്. അമേരിക്ക മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിച്ചു. തിരിച്ചെത്തിയവരിൽ 19 വനിതകളാണുള്ളത്. കൂടാതെ ഒരു 4 വയസ്സുകാരനും 2 പെൺകുട്ടികളും ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 13 പേരുമുണ്ട്. സാൻ ഡീഗോ മറീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ 40 മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് ഇവർ അമൃത്സറിൽ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം അമൃത്സറിൽ എത്തിയവരിൽ 33 വീതം പേർ ഹരിയാന, ഗുജറാത്ത് സ്വദേശികളാണ്. 30 പേർ പഞ്ചാബ് സ്വദേശികളും. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 വീതം പേരും ചണ്ഡീഗഡിൽ നിന്നുള്ള ഒരാളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പുതിയ കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് 104 ഇന്ത്യക്കാരെ പിടികൂടി നാട്ടിലേക്ക് അയച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാട് കടത്തുമെന്നും വിവരങ്ങളുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയമായും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ നാട് കടത്തിയതിൽ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും കേന്ദ്ര സർക്കാരിനാവുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ച അമേരിക്കൻ നടപടി പാർലമെന്റിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ട്. കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. അപമാനകരമായ നടപടിയെന്ന് എംപിമാരായ മാണിക്യം ടാഗോറും ഗൗരവ് ടാഗോറും വ്യക്തമാക്കി. കൈവിലങ്ങിട്ട രീതിയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ചിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യക്കാരെ വിലങ്ങുവച്ചാണ് കൊണ്ടുവന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു. എന്നാൽ അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട് കടത്തിയത് കൈകാലുകൾ ബന്ധിച്ച് കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലെന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അമേരിക്കൻ നടപടി രൂക്ഷ വിമർശനത്തിനിടയാക്കുന്നു. 104 പേരുമായി എത്തിയ സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് വിലങ്ങഴിച്ചതെന്നും ഗുർദാസ്പൂരിലെ ഹാർദോർവാൽ ഗ്രാമത്തിൽ നിന്നുള്ള ജസ്പാൽ സിംഗ് വ്യക്തമാക്കി. 36-കാരനായ ജസ്പാലിനെ ജനുവരി 24 US ബോർഡർ പട്രോൾ പിടികൂടിയത്. ബുധനാഴ്ച രാത്രിയോടെ സ്വന്തം നാട്ടിലെത്തിയ ജസ്പാൽ സിംഗ് തന്നെ ഒരു ട്രാവൽ ഏജന്റ് പറ്റിച്ചതാണെന്ന് പറഞ്ഞു. നിയമപരമായ രീതിയിൽ അമേരിക്കയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു. വിസ ചട്ടങ്ങൾ പാലിച്ച് യുഎസിലേക്ക് എത്തിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനായി ഏജന്റിന് 30 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ വിമാനമാർഗം ബ്രസീലിലെത്തിയിരുന്നു. അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ യുഎസിൽ എത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഇല്ലാതെ വന്നതോടെ അനധികൃതമായി അതിർത്തി കടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ശ്രമത്തിനിടയിലാണ് ബോർഡർ പെട്രോളിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് 11 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷം മടക്കി അയക്കുകയായിരുന്നു. നാട് കടത്തപ്പെടുകയായിരുന്നു എന്ന കാര്യം പോലും താൻ അറിഞ്ഞില്ലെന്ന് ആണ് ജസ്പാൽ പറയുന്നത്. മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയാണെന്നായിരുന്നു തങ്ങളുടെ ധാരണ. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണെന്ന് വ്യക്തമാക്കി. കയ്യിൽ വിലങ്ങണിയിക്കുകയും കാലുകളിൽ ചങ്ങല കെട്ടി ബന്ധിക്കുകയും ചെയ്തിരുന്നു. അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഇത് അഴിച്ചത്. കടം വാങ്ങിയ പണം കൊണ്ടാണ് നാട്ടിൽ നിന്ന് പോയതെന്നും ഇനി എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നും ജസ്പാൽ പറഞ്ഞു. അതിർത്തി വഴി അനധികൃതമായി കടന്നവരാണ് തിരിച്ചയച്ചവരിൽ ഏറെയും. വിദേശത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയെത്തിയ ഇവരിൽ ഏറെ പേരും ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന ആശങ്കയിലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.